സെഞ്ചുറി അടിച്ച് ഇസ്രോ വിക്ഷേപണം. ISROയുടെ ബഹിരാകാശ കവാടമായ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള 100ാം വിക്ഷേപണം വിജയം കണ്ടു. ഗതിനിർണയ ഉപഗ്രഹമായ NVS-02നെ GSLV F-15 റോക്കറ്റ് ഭ്രമണപഥത്തിൽ എത്തിച്ചു. രാവിലെ 6:23 ശ്രീഹരിക്കോട്ടയുടെ സെഞ്ചുറി വിക്ഷേപണ വാഹനം കുതിച്ചുയർന്നത്. രാജ്യത്തെ പ്രധാന ബഹിരാകാശ പരീക്ഷണങ്ങൾക്കൊക്കെ കവാടമായി മാറിയത് സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആണ്. 1971 ISRO ആന്ധ്രയിലെ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ആദ്യ റോക്കറ്റ് വിക്ഷേപിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് സൂര്യനെയും ചന്ദ്രനെയും ചൊവ്വയെയും ഒക്കെ പഠിക്കാനും പരിചിതമാക്കാനും സതീഷ് ധവാൻ സ്പേസ് സെന്റർ നിർണായക ഘടകമായി മാറി. ചന്ദ്രയാൻ, മംഗൾയാൻ, ആദിത്യ, SRE തുടങ്ങി ഒടുവിൽ സ്പേസ് ഡോക്കിംഗ് എന്ന ചരിത്ര മുഹൂർത്തത്തിനും തുടക്കമിട്ടത് ഇവിടെ നിന്ന് തന്നെയാണ്. 2 വിക്ഷേപണ തറകളാണ് സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ ഉള്ളത്. 3ാം വിക്ഷേപണ തറ 4 വർഷത്തിനുള്ളിൽ സാധ്യമാവുകയും ചെയ്യും. റോക്കറ്റുകളുടെ ഘടകങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ള സൗകര്യം തുടങ്ങി റേഞ്ച് ഓപ്പറേഷന് വരെ സൗകര്യമുണ്ട് ശ്രീഹരിക്കോട്ടയിൽ. ഗഗൻയാൻ, ശുക്രയാൻ, 4ാം ചന്ദ്രയാൻ, ബഹിരാകാശ നിലയ നിർമ്മാണം തുടങ്ങി എല്ലാ വരും കാല ചരിത്ര ദൗത്യങ്ങൾക്കും പഠനങ്ങൾക്കും പിന്നിൽ സതീഷ് ധവാൻ സ്പേസ് സെന്ററും ഉണ്ടാവും. ഭൗമ, സമുദ്ര, വ്യോമ നാവിഗേഷനും റേഞ്ചിങ്ങിനുമായി ഇന്ത്യ വികസിപ്പിക്കുന്ന നാവിക് സംവിധാനത്തിന് വേണ്ടിയാണ് 2250 കിലോഗ്രാം ഭാരമുള്ള NVS-02 ഉപഗ്രഹം വിക്ഷേപിക്കുന്നത്. V. നാരായണൻ ISRO ചെയർമാനായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ ദൗത്യമാണിത്. GSLV F-15 പെലോഡ് ഫെയറിംഗ് 3.4 മീറ്റർ വ്യത്യാസമുള്ള ഒരു ലോഹ പതിപ്പാണ്. തദ്ദേശീയ ക്രയോജനിക് സ്റ്റേജുള്ള GSLV F-15 NVS-02 ഉപഗ്രഹത്തെ ക്രിയോസിൻക്രണസ് ട്രാൻസ്ഫർ ഓർബിറ്റിൽ സ്ഥാപിക്കുമെന്ന് ISRO പ്രസ്താവനയിൽ പറയുകയും ചെയ്തു. ലോഞ്ച് പാഡിന് സമീപം വിക്ഷേപണം കാണാൻ നിരവധി വിദ്യാർത്ഥികൾക്കും അവസരം ലഭിക്കുകയും ചെയ്തു.